ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെല്ലാം ചോർത്തിക്കളയുന്നു. വല്ലാത്ത ക്ഷീണാവസ്ഥയിലൂടെ നമ്മെ കടത്തിവിടുന്നു. നമ്മുടെ ശരീരത്തിന് നേരെ നിൽക്കുവാൻ പോലും കഴിയാത്ത നിലയിലുള്ള ക്ഷീണാവസ്ഥ നമുക്ക് സമ്മാനിക്കുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ചില വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മോൾഡീവ്സിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ എനിക്ക് വല്ലാത്ത ക്ഷീണം അനുഭവപ്പെട്ടു. എനിക്ക് നേരെ നിൽക്കുവാനായി സാധ്യമല്ല, അതുപോലെ ക്ഷീണാവസ്ഥയായിരുന്നു. ഞാൻ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോന്നു. വീട്ടിൽ വന്നു കയറി വളരെ വലിയ ക്ഷീണമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കിടന്നു. എന്നാൽ കുറേ സമയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത പനി അനുഭവപ്പെട്ടു. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറെ കണ്ടു. പരിശോധനകളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഡെങ്കു ഫീവറാണ്. ആ ഡെങ്കു ഫീവർ വന്നു കഴിഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ബലവും ചോർന്നു പോയതായി എനിക്ക് തോന്നി. ഞാൻ വിചാരിക്കുകയായിരുന്നു, മനുഷ്യൻ എത്രമാത്രം ബലഹീനനാണ്. ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ബലവും നഷ്ടപ്പെടുന്നു. നേരെ നിൽക്കുവാൻ പോലും സാധ്യമല്ലാത്ത നിലയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ബലമെല്ലാം ചോർന്നു പോകുന്നു. നാം എത്ര നിസ്സാരരായിട്ടുള്ളവരാണ്, എത്ര ബലഹീനരാണ്. ഇത്രമാത്രം ബലഹീനരായിട്ടുള്ള മനുഷ്യരാണ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്, എന്തെല്ലാം അക്രമ പ്രവർത്തികൾ ചെയ്യുന്നു, എന്തെല്ലാം അനീതികൾ ചെയ്യുന്നു. എന്തായിരുന്നാലും മനുഷ്യൻ വളരെ ബലഹീനനാണ്. ഈ ബലത്തെ സംബന്ധിച്ച് ദൈവവചനം എന്താണ് പറയുന്നത് നോക്കാം. 84-ാം സങ്കീർത്തനത്തിൽ 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ നമുക്ക് 2 നിലകളിലുള്ള ബലം ആവശ്യമാണ്. ഒന്ന് നമ്മുടെ മാനസികമായ ബലമാണ്, രണ്ടാമത്തേത് നമ്മുടെ ശാരീരികമായ ബലമാണ്. ഈ 2 ബലവും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ശാരീരികമായ ബലമുണ്ടെങ്കിൽ പോലും മാനസികമായ ബലമില്ല എങ്കിൽ ഒരു മനുഷ്യനും ജീവിക്കുവാൻ സാധ്യമല്ല. ശരീരത്തിന് എത്രമാത്രം ബലമുണ്ടെങ്കിലും മനസ്സിന് ബലം ആവശ്യമാണ്. പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ബലം ചോർന്നു പോകുമ്പോഴാണ് നാം വല്ലാതെ നിരാശയിലേക്ക് പോകുന്നത്, തളർന്നു പോകുന്നത്. നാം വായിച്ച വാക്യത്തിൽ കോരഹപുത്രന്മാർ പറയുന്നത് എന്താണ്? അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്നാണ്. ആരെ സംബന്ധിച്ചായി എഴുതിയിരിക്കുന്നത്? 5-ാം വാക്യത്തിൽ നാം കാണുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ എന്നാണ്. കർത്താവിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. അങ്ങനെയുള്ളവർക്കാണ് മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ബലമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ബലശാലികളൊക്കെ വീണുപോയ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എത്രയോ ബലശാലികളായിട്ടുള്ള ആളുകൾ പട്ടുപോയി. എത്രയോ ബലശാലികൾ ജീവിതത്തിൽ പരാജിതരായി തീർന്നു. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നവരായിത്തീരുന്നു. മാനസികമായ ബലവും ശാരീരികമായ ബലവും അവർക്ക് ദൈവം നൽകുന്നതാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭ ഭാഗങ്ങളിൽ നാം വായിക്കുന്നത് ഏറ്റവും നിസാര പക്ഷികളായിട്ടുള്ള കുരികിലും മീവൽ പക്ഷിയും കർത്താവായ ദൈവത്തിൻ്റെ യാഗപീഠത്തിന്മേൽ കൂടുകൂട്ടിയത് കൊണ്ട് അവർ ഏറ്റവും ബലശാലികളായി തീർന്നു എന്നുള്ളതത്രേ. വെറും നിസാരമായ പക്ഷികളാണെങ്കിൽ പോലും അവ കർത്താവിൻ്റെ യാഗപീഠത്തിന്മേൽ കൂടുവെച്ച് അതിൽ പാർക്കുന്നത് കൊണ്ട് അവർ ഏറ്റവും ബലശാലികളായി സന്തോഷമുള്ളവരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കോരഹുത്തന്മാർ പറയുന്നത് ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൽ ബലം കണ്ടെത്തുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. ഏതെങ്കിലുമൊക്കെ നിലയിൽ നമ്മുടെ ബലം ക്ഷയിച്ചു പോകുമ്പോൾ കർത്താവിൽ നാം ബലം കണ്ടെത്തുവാൻ ശ്രമിക്കണം. കർത്താവിൽ നാം ആശ്രയിക്കണം. ദൈവവചനത്തിലൂടെ നമുക്ക് ഏറ്റവും വലിയ ബലശാലികളായി തീരുവാൻ സാധിക്കും. ഈ ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും എല്ലാ കുടുംബങ്ങളും ബലശാലികളായി തീർന്നിട്ടുണ്ട്. യഹോവയായ ദൈവത്തിൽ ആരെല്ലാം ആശ്രയിച്ചിട്ടുണ്ടോ അവരെല്ലാം ബലശാലികളായി. നല്ല ഒരു ഉദാഹരണം
ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 3-ാം അധ്യായത്തിൽ നാം കാണുന്നത് ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചും വന്നു എന്നാണ്. നോക്കുക, ദാവീദിന്റെ ബലം കൂടിക്കൂടി വരികയാണ്. ഒരു കാലത്ത് ദാവീദ് ഏറ്റവും വല്ലാതെ ബലഹീനനായി തീർന്ന് കരഞ്ഞ സന്ദർഭം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായതായി തിരുവെഴുത്ത് പറയുന്നുണ്ട്. ശമൂവേലിന്റെ 2-ാം പുസ്തകം 30-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് കരവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞുപോയ ദാവീദിനെയും കൂട്ടരെയും നാം അവിടെ കാണുകയാണ്. ജീവിതത്തിലെ വലിയ നഷ്ടങ്ങൾ വന്നപ്പോൾ, കുടുംബം അപ്പാടെ നഷ്ടപ്പെട്ടു പോയതായ ഒരു സമയത്ത് താൻ ഉറക്കെ നിലവിളിച്ചു. കരയാൻ ബലമില്ലാതാകുവോളം അവരെല്ലാവരും കരഞ്ഞു. അങ്ങനെ ഏറ്റവും താണനിലയിലേക്ക്, ബലമെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥിതിയിലേക്ക് താൻ താണുപോയി. പക്ഷേ താൻ കർത്താവിൽ ആശ്രയിച്ചു, വലിയവനായ ദൈവത്തിൽ ശരണപ്പെട്ടു. അതുകൊണ്ട് തൻ്റെ നഷ്ടത്തെ എല്ലാം ലാഭമാക്കുവാൻ കർത്താവ് തന്നെ സഹായിച്ചു. നഷ്ടപ്പെട്ടു പോയതെല്ലാം മടക്കി കിട്ടുവാനിടയാക്കി. താൻ ഏറ്റവും വലിയ ബലശാലിയായി തീർന്നു. നഷ്ടങ്ങളുടെ മധ്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദാവീദിനിടയായി. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയുടെ സമയത്തും യഹോവയായ ദൈവത്തിൽ ബലപ്പെടുവാൻ ദാവീദിന് സാധിച്ചു. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ദാവീദിന് ബലം കൂടിക്കൂടിയും ശൗലിന്റെ ഗൃഹം ക്ഷയിച്ചും വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒത്തിരി കുടുംബങ്ങളെ ശ്രദ്ധിക്കാറുണ്ട്, പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങളെ തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒരു കാലത്ത് വളരെ വലിയ ഔന്നത്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ടായിരുന്നു. അതായത് പിതാക്കന്മാരുടെ കാലത്ത് നല്ല വിശ്വാസത്തിലായിരുന്ന, നല്ല ഭക്തരായിരുന്ന ദൈവമക്കൾ ഉണ്ടായിരുന്ന അനേക കുടുംബങ്ങൾ. എന്നാൽ അവരുടെ തലമുറകൾ വന്നപ്പോൾ ദൈവവിശ്വാസത്തിൽ ഒരുപാട് ഇടിവ് സംഭവിച്ചു. അവരുടെ വിശ്വാസമൊക്കെ കുറഞ്ഞുപോയി, ലോകത്തോട് പറ്റുമാനമായി. അതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ക്ഷയിച്ചു വരുന്ന കുടുംബങ്ങൾ. ധാരാളം കുടുംബങ്ങളെ ഉദാഹരണങ്ങളാക്കി കാണിക്കുവാൻ നമുക്ക് സാധിക്കും. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള കുടുംബങ്ങൾ, ഭക്തരായിട്ടുള്ള ദൈവമക്കളുടെ കുടുംബങ്ങൾ, അവർ സാവധാനത്തിൽ ഉന്നതിയിലേക്ക് വരുന്നത് കാണുവാൻ സാധിക്കും. പടിപടിയായി ഉന്നതിയിലേക്ക് വരുന്ന, അഭിവൃദ്ധിയിലേക്ക് വരുന്ന, അനുഗ്രഹത്തിലേക്ക് വരുന്ന അനേക കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, വലിയവനായ ദൈവത്തിൽ ബലം കണ്ടെത്തുവാൻ സാധിക്കുന്ന വ്യക്തികളും കുടുംബങ്ങളുമാണ് ഭാഗ്യമുള്ളവർ. അവർക്കാണ് മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ നിലയിൽ നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോയി എന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ, നാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. രാവിലെ ഒരുപക്ഷെ വിവിധങ്ങളായ കാരണങ്ങളാൽ നമ്മുടെ ബലമെല്ലാം നഷ്ടപ്പെട്ടു പോയ സ്ഥിതിയിലായിരിക്കാം. ഒരുപക്ഷെ ശാരീരികമായ ക്ഷീണത്താലോ രോഗത്താലോ പ്രായത്താലോ ഒക്കെ നമ്മുടെ ബലം നഷ്ടപ്പെട്ടു പോയതായ ഒരു സ്ഥിതിയിലായിരിക്കാം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ബലം നൽകി നമ്മെ ധൈര്യപ്പെടുത്തുന്ന ഒരുവനുണ്ട്. ആ കർത്താവിൽ ഇന്ന് രാവിലെ ആശ്രയിക്കാം. ആ കർത്താവ് നമ്മെ സഹായിക്കുന്നവനാണ്. നമ്മുടെ രോഗക്കിടക്ക മാറ്റിവിരിക്കുന്നവനാണ്. നമ്മുടെ ക്ഷീണാവസ്ഥയിൽ കൈപിടിച്ചുയർത്തുന്നവനാണ്. ബലഹീനരായ നമ്മെ ബലശാലികളാക്കുന്നവനാണ്. അതുകൊണ്ട് എന്തിനേയും നേരിടുവാനുള്ള ഒരു വലിയ ശക്തിയും ധൈര്യവും ബലവും എല്ലാം നമുക്ക് നൽകുന്ന ആ വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ച് മേൽക്കുമേൽ ബലം പ്രാപിച്ച് ഇന്നത്തെ ദിവസം ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ബലശാലികളായ അനേകർ വീണുപോയ ലോകത്തിലാണല്ലോ അടിയങ്ങൾ ജീവിക്കുന്നത്. അനേക ബലശാലികൾ പരാജിതരായി തീർന്ന ലോകത്തിൽ ബലഹീനരായ ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്ന ബലത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ബലഹീനരാകുമ്പോൾ അവിടുത്തെ ബലമേറിയ കരം ഞങ്ങളെ പിടിച്ചിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ രോഗാവസ്ഥയിലോ ക്ഷീണാവസ്ഥയിലോ പ്രായത്തിൻ്റെതായ അവസ്ഥയിലോ ഒക്കെ ഞങ്ങളുടെ ശാരീരിക ബലം നഷ്ടപ്പെടുമ്പോൾ കർത്താവേ, അവിടുത്തെ ശക്തി ധാരാളമായി ഞങ്ങൾക്ക് നൽകി. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി
ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് ഞങ്ങളോട് അരുളി ചെയ്ത കർത്താവിൻ്റെ സ്വർഗീയമായ കരം എല്ലാ സമയത്തും ഞങ്ങളെ പിടിച്ചിരിക്കിയാൽ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് വിശ്വസിക്കുവാനും കർത്താവ് നൽകുന്ന ബലത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബലഹീനാവസ്ഥ എല്ലാം മാറ്റി അവരെ ബലശാലികളാക്കി മേൽക്കുമേൽ ബലം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം മേൽ അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ കരം വെച്ച് അവിടുത്തെ ശക്തി അവരിലേക്ക് പകർന്ന് കർത്താവെ മേൽക്കുമേൽ ബലം പ്രാപിച്ച അനുഭവം അവർക്കുണ്ടാകുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.